ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് ലീഡർ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രേമിക്ക് ഉണ്ടാവത്തില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോവും. ഇന്ന് 5 മണിക്ക് വൈകിട്ട് അദ്ദേഹം BJPയുടെ അംഗത്വം എടുക്കുമെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് സഹോദരൻ മുരളീധരൻ തന്നെ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ സഹോദരിയുമായി ഇനി യാതൊരു ബന്ധവുമില്ല. സംഘികളെ വെറുത്തിരുന്ന ഒരാളാണ് അച്ഛൻ. ഒരിക്കൽ പോലും സംഘികളെ അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് സംഘികളുമായി ബന്ധത്തിന് പോയ ഒരാളെ യാതൊരു സഹോദര ബന്ധം പോലും ഇനി കൽപ്പിക്കുന്നില്ല, ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഈ മുരളീധരൻ തന്നെ നാളെ ഒരുപക്ഷെ ഒരു 5-10 വർഷത്തിന് ശേഷം സഹോദരി പോയ പാത ശരിയാണ് എന്ന് തോന്നുന്നതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോകുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് മുരളീധരൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് പർപ്പസ്ഫുള്ളി നടത്തുന്ന ഒരു ഡ്രാമയാണോ, നാളെ മുരളീധരൻ പോകാനുള്ള ഒരു പദ്ധതിയാണോ എന്നുള്ള രീതിയിൽ പലരും കമൻ്റ് അടിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. പലരുടെയും സംശയം അതാണ്. ഇവിടെ എനിക്ക് തോന്നുന്ന KPCCയുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പക്ഷേ ഈ KPCCയുടെ ആൾക്കാരും സോണിയാഗാന്ധിയും ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ട് അയ്യോ എന്നെ സംശയിക്കല്ലേ, ഞാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ, അതായത് എല്ലാവർക്കും സംശയമാണ്. അതായത് അണ്ടർഗ്രൗണ്ടിൽ ആരൊക്കെയാണ് BJPയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന് ആർക്കും അറിയത്തില്ല. അതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസിന് മാത്രമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ലോക്സഭാ ഇലക്ഷനിൽ മിക്കവാറും 18-19 സീറ്റ് കിട്ടിയേക്കാം. അടുത്ത വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇവിടെ എത്ര പേര് കോൺഗ്രസിൽ ബാക്കിയുണ്ടാവും? അടുത്ത ഭരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണെന്നാണ് പലരും ധരിക്കുന്നത്. എത്ര പേര് കോൺഗ്രസിൽ ബാക്കിയുണ്ടാവും? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ വലിയ കരുത്ത് പകരും. ഇനിയും ധാരാളം ആൾക്കാർ ഇതുപോലെ കൊഴിഞ്ഞു പോകും. BJPയെ സംബന്ധിച്ച് BJPക്ക് പത്മജ വേണുഗോപാൽ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാകത്തില്ല. കാരണം നാളിതുവരെ എവിടെ മത്സരിച്ചിട്ട് അവിടെ മൊത്തം തോറ്റ് അമ്പിയതാണ് ഈ പത്മജ വേണുഗോപാൽ. അതിൻ്റെ പ്രധാന കാരണം അവിടെ ഒരു വ്യക്തിത്വം തന്നെയാണ്. അവരൊന്നും ജയിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപ്രഭാവം തീരെ ഇല്ലാത്ത ഒരാളാണ്. കരുണാകരൻ്റെ മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീടിന് പുറത്തിറങ്ങാറുണ്ടോ? ഇവർ ആക്റ്റീവായിട്ട് എവിടെയെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഈ വീട്ടിൽ മാത്രം കുത്തിയിരിക്കുന്ന ഒരാൾ ഇലക്ഷന് വന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ജയിപ്പിക്കും? ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഇവരെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഇവരെ പരാജയപ്പെടുത്താനുള്ള മെയിൻ കാരണം ഇവർ ആക്റ്റീവ് അല്ലെന്നുള്ളതാണ്. ഇവർ ആക്റ്റീവല്ല, ഇലക്ഷന് വേണ്ടി മാത്രം വന്ന് മത്സരിക്കും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ സീറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനിയാണെങ്കിൽ പോലും ഇവർ ഈ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര സാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിച്ചാൽ പോലും പത്മജ തോക്കും. എന്നാൽ ഇനി പത്മജ BJPയിലോട്ട് പോയിരിക്കുന്നു. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് BJPയിലോട്ട് പോയത്. ഇനി BJPയിലോട്ട് പോകുമ്പോൾ എന്താണ് അവസ്ഥ? BJPക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവുന്നില്ല. കോൺഗ്രസിലെ ഈ കരുണാകരൻ്റെ മകളെ കൊണ്ടുപോയി എന്നുള്ള വലിയൊരു നേട്ടം തന്നെയാണ്. അതായത് കോൺഗ്രസിന് കൊടുത്ത വലിയൊരു തിരിച്ചടി തന്നെയാണ്. ആ രീതിയിൽ നേട്ടം തന്നെയാണ്. പക്ഷേ പത്മജയെ കൊണ്ട് BJPക്ക് ഒരു ഗുണം ഉണ്ടാവുന്നില്ല. എവിടെ നിർത്തിയാലും ജയിക്കത്തില്ലെന്ന് മാത്രമല്ല, ഒരു രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സംഘടനാപരമായി ഇവർ പ്രവർത്തിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമോ BJPക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പത്മജയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP പോലെ എവിടെ പോയാലും താൻ ജയിക്കത്തില്ലെന്ന് അവർക്ക് വ്യക്തമാണ്. ഒരുപക്ഷെ 5-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ BJPയിൽ ഇതേപോലെ നോമിനേറ്റ് ചെയ്ത് ഒരു MP ആകാം പുള്ളിക്കാരിക്ക് സാധിക്കും എന്നുള്ളൊരു വ്യാമോഹം. ഒരു രാഷ്ട്രീയക്കാരിയല്ലേ, ജയിച്ചില്ലെങ്കിൽ ഒരു തവണയെങ്കിലും MP ആകാനിരിക്കാനുള്ള ആഗ്രഹം ആർക്കാണ് ഇല്ലാത്തത്? സോ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് പത്മജ പോയിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോൺ ബ്രിട്ടാസും ഒക്കെ MP ആയതുപോലെ നോമിനേഷൻ ചെയ്തൊരു MP 5-10 വർഷത്തിന് ശേഷം ആക്കിയേക്കാം. അല്ലാതെ പത്മജ പോയിട്ട് BJPക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല. കോൺഗ്രസിന് വലിയ നഷ്ടമൊന്നും പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ നാണക്കേടാണ്, അത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു നഷ്ടവും കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല. പക്ഷേ വളരെ നാണക്കേടായിപ്പോയി. പക്ഷേ ഇവിടെ കോൺഗ്രസ് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം, BJPക്കോ കമ്മ്യൂണിസ്റ്റിനോ ഇല്ലാത്തൊരു പ്രതിസന്ധി കേരളത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ എത്ര പേര് ഈ കോൺഗ്രസിൽ കാണുമെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംശയാലുക്കളായി നോക്കുകയാണ്. സുധീരൻ നോക്കുന്നു, സുധീരനെ VD സതീശൻ നോക്കുന്നു, ഇവരെ 3 പേരെയും അണികൾ നോക്കുന്നു. സംശയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു ദുർഘട ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു പോകുന്നത്. വളരെയധികം വിഷമകരമായ കാര്യമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.